ഈ വർഷം നമുക്ക് പ്രഭാഷണത്തിന് വേണ്ടി കിട്ടിയിട്ടുള്ളത് അൽഹംദുലില്ലാഹ് ഈ വർഷം നമുക്ക് പ്രഭാഷണത്തിനായിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള അനുഗ്രഹീത പ്രഭാഷകനാണ് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ്. 9 ദിവസം കഴിഞ്ഞു, 10ാം ദിവസമാണ് ഇന്ന്. നമ്മുടെ സദസ്സിൽ ഇനിയും ഒരുപാട് പേരെ ഉൾക്കൊള്ളാൻ വിശാലതയുണ്ട്. നാളെയും കൂടി സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെയും ഈ വേദിയിലേക്ക് എത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ അറിഞ്ഞതുപോലെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ആ മഹത്തായ സുദിനം റബീഉൽ അവ്വൽ 12 ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 15-ാം തീയതി ഞായറാഴ്ച ഗ്രാൻഡ് മൗലിദ് സദസ്സ് നടക്കുകയാണ് ഫോക്ലോർ തിയേറ്ററിൽ വെച്ചുകൊണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള സ്ഥലമാണ്. ചില ആൾക്കെങ്കിലും ഒരു പരിചയക്കുറവുണ്ടായിരിക്കാം, പക്ഷെ വളരെ സുഖമാണ് അവിടെ എത്തിപ്പെടാൻ. ബസ് സ്റ്റാൻഡിൻ്റെ ബേക്കിൽ എന്ന് വേണമെങ്കിൽ ഒറ്റയടിക്ക് പറയാം. അത് വാഹനത്തിൽ പോകുന്ന ആളുകളാണെങ്കിൽ മുറോ റോട്ടിലൂടെ പോയി ബ്രിഡ്ജിൻ്റെ താഴെ ഫ്രീ റൈറ്റ് എടുത്തങ്ങ് റൈറ്റ് കയറിയാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ യൂട്ടേൺ എടുത്ത് കയറിയാൽ അവിടെ തന്നെയാണ്. അപ്പോൾ ആരും കൺഫ്യൂഷൻ ആകേണ്ട വിഷയങ്ങളൊന്നുമില്ല. ബസ് സ്റ്റാൻഡിലെത്തിയാൽ നടക്കാനല്ലോ. ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി ഉള്ള ആളുകൾക്ക് മുറു റോഡിലാണെങ്കിലും എയർപോർട്ട് റോഡിൽ ആണെങ്കിലും ഇനി ജവാസാത്ത് റോഡിലാണെങ്കിൽ പോലും നടക്കാനുള്ള ദൂരമുള്ളൂ. ഡിഫൻസ് റോഡ് നമ്മുടെ അൽവഹദൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡ്, അവിടെയാണ് സ്റ്റോപ്പ്. അതല്ലെങ്കിൽ മുറു റോഡ്, അപ്പുറത്ത് എയർപോർട്ട് റോഡ്. എവിടെ ഇറങ്ങിയാലും ഒരു 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരേ ഉള്ളൂ. ബസ് സ്റ്റാൻഡും അൽവഹദ മാളിൻ്റെ 2ാമത്തെ പാർട്ടുണ്ടല്ലോ, മറ്റേ ഡിഫൻസ് റോഡിൻ്റെ ഭാഗത്തേക്കല്ല, ബസ് സ്റ്റാൻഡിനോട് ചാരിയുള്ള അൽവഹദ മോളുണ്ട്. അതിൻ്റെ ഇടയിലൂടെയുള്ള റൂട്ടിൽ അങ്ങ് പോവുകയാണെങ്കിൽ മറ്റേ അവസാനിക്കുന്ന റോഡിൻ്റെ മുമ്പായിട്ട് വലതു ഭാഗത്തായിട്ട് ഫോക്ലോർ തിയേറ്റർ കാണാം. ചുരുക്കി പറഞ്ഞാൽ വളരെ 5 മിനിറ്റ് കൊണ്ട് എത്താമെന്ന്. ഇവിടെ നിന്നൊരു 3-4 മിനിറ്റ് ഉണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്താം. ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ ഒരു 3-4 മിനിറ്റേ ഉള്ളൂ. അവിടെ നിന്ന് 5 മിനിറ്റ്, ഒരു 10 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ സുഡാനി സെൻറ്ററിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 6-7 മിനിറ്റ് വേണം. അപ്പോൾ അതിനേക്കാൾ ഒരു 3-4 മിനിറ്റ് കൂടുതൽ എടുത്താൽ ചെന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ ഫോക്ലോർ തിയേറ്ററിലേക്ക് എന്ന് പറഞ്ഞതാണ്. അവിടെ 1000-ലേറെ ആളുകളെ ഉൾക്കൊള്ളാൻ സുഡാനി സെൻറ്ററിനേക്കാൾ വിശാലതയുള്ള സ്ഥലമാണ്. അതിനൊക്കെ നമ്മൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പരിചയത്തിലുള്ള എല്ലാവരെയും അവിടേക്ക് എത്തിക്കണം. റബീഉൽ അവ്വൽ 12-ന്റെ ആ സുദിനം, ആ പുണ്യരാത്രിയിൽ സംബന്ധിക്കാൻ ആഗ്രഹമില്ലാത്ത ആരാണുള്ളത്? ഏത് മുത്ത് മുഅ്മിനീങ്ങളാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് ആഗ്രഹമുള്ള പലരും ഉണ്ടാവും. നമ്മളെ കൂട്ടുകാരുണ്ടാവും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാവും, നമ്മുടെ പരിചയത്തിലുള്ള ആളുകളുണ്ടാവും, നമ്മുടെ റൂമിലുള്ള ആളുകൾ. അവരെ എല്ലാം ആ പരിപാടിയിലേക്ക് എത്തിക്കണം. കാരണം റബീഉൽ അവ്വൽ 12-ന്റെ ആ പരിപാടിയിൽ സംബന്ധിക്കുക, ആ മൗലിദ് സദസ്സിൽ സംബന്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു പുണ്യമുള്ള സംഗതിയാണ്, വലിയൊരു സന്തോഷമുള്ള സംഗതിയാണ്. അപ്പം അങ്ങനെ ആഗ്രഹിച്ചിട്ട് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വലിയ വിഷമമായി തീരും. അപ്പോൾ നമ്മളെ കാരണം കൊണ്ട് അത് അവരറിഞ്ഞവരേക്ക് എത്തിയാൽ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരിലേക്കൊക്കെ ആ വിവരങ്ങൾ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് ഏറുവാൻ ഈ സദസ്സുകളൊക്കെ കാരണമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഉസ്താദ് അവർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എത്തിയിട്ടുണ്ടല്ലേ. സദസ്സൊക്കെ ഭംഗിയാക്കി നാളെയും കൂടി നമ്മളെ ഈ വേദി തുടരും. ഇൻഷാ അല്ലാഹ് സീറത്തുൻ നബി പ്രഭാഷണത്തിൻ്റെ വേദി നാളെയും കൂടി ഉണ്ടാവും. നാളെയും കൂടി ഇതിൽ ഈ സദസ്സിൽ സംബന്ധിക്കാത്ത നമ്മളെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ വിഷയം മഹബ്ബത്തുർ റസൂൽ എന്ന വിഷയം കൂടിയാണ്. നമുക്കൊക്കെ മഹബ്ബത്ത് വർദ്ധിക്കണം. അതിനാണ് നമ്മുടെ 1-ാം ദിവസം മുതൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജനനം മുതലുള്ള വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഓരോ ചരിത്ര സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വാക്കിലൂടെ നമുക്ക് കേൾക്കാനും വേണ്ടി കഴിഞ്ഞു. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും
അത് കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അല്ലാഹു തആല നമുക്ക് ഏറ്റി തെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നാളെയും കൂടി നമ്മുടെ ഈ സദസ്സ് ഉള്ളത് കൊണ്ട് സദസ്സ് നല്ല പ്രൗഢമായിരിക്കണം. എല്ലാവരെയും നമ്മൾ ഈ വേദിയിലേക്ക് എത്തിക്കണം എന്നുകൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ എല്ലാവിധ ആദരവോടും കൂടെ ക്ഷണിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العلي العظيم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا أرحم الراحمين يا الله. ഈ പരിശുദ്ധ മജ്‌ലിസിൽ കൂടിയ ഞങ്ങളെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങളെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹിബ്ബീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മുഹിബ്ബീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത എല്ലാറ്റിനും ഞങ്ങളെ നീ അർഹരാക്കണേ അല്ലാഹ്. നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ സഭയിലെത്തിയ ഞങ്ങളെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാഹ്. പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ 1 മുതൽ തുടങ്ങി ഇന്ന് 10ാമത്തെ ദിവസമാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠനം. നമ്മുടെ ഹൃദയത്തിൽ ഒരു സാധനത്തോട് ഏതെല്ലാം അർത്ഥത്തിൽ പ്രിയം, സ്നേഹം, പ്രണയം, പ്രേമം, ഇഷ്ടം എന്നിങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഉണ്ടാകുന്ന ഈ പ്രത്യേക അവസ്ഥ ഏതെല്ലാം വിഷയത്തിൽ ഉണ്ടാകുന്നോ അതെല്ലാം ചേർന്ന് നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ. നാം പലതിനെയും പലതിൻ്റെ പേരിലുമാണ് ഇഷ്ടപ്പെടുക. ആ വരുന്ന ഇഷ്ടം എന്നതിന് മഹബത്ത് എന്ന് പറയുമ്പോൾ അതിനെ ഒരു വേള അതിന് പ്രിയം എന്ന് പറയാം, സ്നേഹമെന്ന് പറയാം, ഇഷ്ടമെന്ന് പറയാം, പ്രേമമെന്ന് പറയാം. അതിങ്ങനെ മഹബത്ത് വർദ്ധിച്ചെത്തുമ്പോഴാണ് അത് ഇഷ്കിലേക്ക് ഉയരുന്നത്. അത് പ്രണയം എന്നതാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അർത്ഥത്തിലും നാം മഹബത്ത് വെക്കാൻ അർഹതപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ ഈ പരിശ്രമമൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് പഠിപ്പിക്കുന്ന ഹദീസുകളിലൊക്കെ അങ്ങോട്ടും മഹബത്ത്, തിരിച്ച് ഇങ്ങോട്ടും മഹബത്ത്. നമ്മുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു സ്ഥാനമുള്ളതുപോലെ നബി തങ്ങളെ ഹൃദയത്തിൽ നമുക്കൊരു സീറ്റ് ലഭിക്കണം. അവിടെയാണ് നമ്മുടെ പരിശ്രമം. ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പ്രയോഗമുണ്ടത്. റളിയല്ലാഹു അൻഹും വറദു അൻഹു. സ്വഹാബത്ത് അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, അള്ളാഹു അവരെ ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. ഖൈബർ ചരിത്രം വായിക്കുമ്പോൾ മഹബത്തിൻ്റെ ഒട്ടേറെ രംഗങ്ങളുണ്ട്. ഖൈബർ ഒരു തീക്ഷ്ണമായ പരീക്ഷണങ്ങളോട് കൂടെ നടന്ന ഒരു സമരമാണ്.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഖൈബറിലെത്തി. സ്വഹാബാക്കളെല്ലാം വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖൈബർ സമരത്തിന് വേണ്ടി അവരെ മനസ്സും ശരീരവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ലൗഅതി അന്ന ഹാദിഹി റായ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വാക്ക് നാം പഠിക്കണം. ലൗഅതി അന്ന ഹാദിഹി റായത ഗദൻ റജുലൻ യഫ്തഹില്ലാഹു അലാ യദൈ. ഇസ്ലാമിന്റെ ഈ പതാക ഞാൻ നാളെ ഒരാളെ കയ്യിൽ കൊടുക്കും. അദ്ദേഹം മുഖേന ഈ പതാക ഈ രാജ്യത്തിന്റെ നെറുകയിൽ പാറി പറക്കും. അദ്ദേഹം മുഖേന, ആ പതാക പിടിക്കുന്ന ആൾ മുഖേന ഈ സൈന്യം വിജയിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗുണം പറഞ്ഞു, യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. ഞാൻ പതാക നൽകുന്ന ആള് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. മാത്രമല്ല അള്ളാഹുവും റസൂലും അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനത്തെ ഒരാളെ കയ്യിൽ ഞാൻ ഈ പതാക നൽകാൻ പോകുന്നു മുഹമ്മദ് മുസ്തഫ. സ്വഹാബാക്കൾ ഓരോരുത്തരും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞ് രാത്രി സ്വഹാബാക്കളൊക്കെ വിശ്രമത്തിലേക്ക് നീങ്ങി. നാളെയാണ് സമരം നടക്കുന്നത്. ശത്രുക്കൾ അപ്പുറത്തെ എല്ലാ തയ്യാറെടുപ്പും നിർത്തി റെഡിയാക്കി നിൽക്കുക. നാളെ ഈ പതാക ഞാനൊരാളെ കയ്യിൽ കൊടുക്കും. അദ്ദേഹം അങ്ങോട്ടും അദ്ദേഹം ഇങ്ങോട്ടും, അദ്ദേഹത്തെ അങ്ങോട്ടും. യുഹിബ്ബുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. ഈ പ്രത്യേക ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വഹയിന്റെ നാവ് കൊണ്ട് ഷഫീഉനാ റസൂലുള്ളാഹ്, നമ്മളാരെങ്കിലും സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ. മുത്തുനബി സംസാരിക്കുന്നത് എങ്ങനെയാണ്? മാ യൽഫിളു മിൻ ഖൗലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി തങ്ങളെ നാവിൽ നിന്ന് ഒരു വാക്ക് വരികയാണോ അത് അള്ളാഹുവിന്റെ അറിവും തീരുമാനവും പ്രകാരം മാത്രമാണ്. ആ റസൂലുള്ളാഹിയാണ് പറയുന്നത്, ഈ പതാക ഞാനൊരാളെ കയ്യിൽ കൊടുക്കും. അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവും റസൂലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹം മുഖേന ഇസ്ലാം വിജയിക്കും. ഈ പതാക ഇതിന്റെ നെറുകയിൽ പാറി പറക്കും. സ്വഹാബാക്കളെല്ലാം വിശ്രമത്തിന് വിട്ടു. രാത്രി ഒരൊറ്റ സ്വഹാബിയും അന്നത്തെ രാത്രി ഉറങ്ങിയില്ല. ഓരോരുത്തരും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ മഹബത്തിന്റെ ആള് ഞാനായെങ്കിൽ. ഒരാൾക്കും സാധിക്കാത്ത ഒരു മോട്ടിവേഷനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തിന് നൽകുന്നത്. എല്ലാവരും പിറ്റേന്ന് രാവിലെ നേരത്തെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് സുബഹി ജമാഅത്തിന് സ്വഹാബാക്കൾ ഒത്തുകൂടാണ്. ആ സ്വഹാബാക്കൾ ഒത്തുകൂടിയപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, വലിയ സ്വഹാബാക്കൾ ഓരോരുത്തരും തമ്മിൽ കണ്ടപ്പോൾ അവർ പറയാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. എന്തേ? അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞില്ലേ, ഈ പതാക ഞാനൊരാളെ കയ്യിൽ കൊടുക്കും. യുഹിബ്ബുഹുല്ലാഹ വറസൂൽ വയുഹിബ്ബുല്ലാഹു വറസൂൽ. നബിതങ്ങൾ ആ കാര്യം പറഞ്ഞപ്പോൾ ആ ആള് ഞാനായെങ്കിൽ എന്ന് ഞാൻ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നു. അത് ഞാനായെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ സ്വഹാബിയും പടച്ചവനെ ഞാനായെങ്കിൽ മഹബത്തിനെ നമ്മൾ കാണണം. ഓരോ സ്വഹാബിയും വന്നിട്ട് പറയാണ്, രാത്രി മുഴുവനും സ്വഹാബാക്കളെല്ലാം കാത്തിരിക്കുകയാണ്. എല്ലാവരും ആരെ കയ്യിലായിരിക്കും? അല്ലാഹു റബ്ബി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയമായപ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പതാക കൊടുക്കാനുള്ള ആളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നോക്കി കാത്ത് നിൽക്കുമ്പോൾ നബി മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാണ്, ആ പതാക സ്വീകരിക്കേണ്ട ആളെ. ഓരോരുത്തരും അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ആ പതാക ഏറ്റെടുക്കാൻ റെഡിയായിട്ടുള്ള നിപ്പാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഐന അലി,
അപ്പോഴാണ് ചോദിക്കുന്നത്, എല്ലാവരും ആ പതാക ഏറ്റെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാനായെങ്കിൽ എന്ന ജിജ്ഞാസയിൽ, ഞാനായെങ്കിൽ എന്ന ആഗ്രഹത്തിൽ, എൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ എന്ന വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അയ്ന അലി റളിയല്ലാഹു അൻഹു എവിടെ? സഭയിൽ എവിടെയും അലിയാരെ കാണുന്നില്ല. സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് രോഗം പിടിച്ചിട്ട് വിഷമത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരെ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോൾ കണ്ണ് തുറന്ന് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. അത്രയധികം ചെങ്കണ്ണ് രോഗമാണ്. കണ്ണിങ്ങനെ കടഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പോലും ശരിക്കും ഇങ്ങനെ നോക്കാൻ സാധിക്കുന്നില്ല. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഫബസക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഐനൈഹി വദആ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരിങ്ങനെ അടുത്ത് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് ആ കണ്ണിലേക്ക് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പയൊക്കെ ദുആ കഴിഞ്ഞാൽ ആ ദുആഇന്റെ വെള്ളത്തിൽ ഇങ്ങനെ എന്ന് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹു കണ്ണിൽ ഇങ്ങനെ ഉമിനീരിങ്ങനെ തുപ്പിക്കൊടുത്തു. ആ ഉമിനീരങ്ങോട്ട് വരുന്നതോടുകൂടെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ തുറന്ന് സന്തോഷം. പിന്നീട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഫാത്താകുന്നത് വരെ അലി റളിയല്ലാഹു അൻഹുവിന് പിന്നീട് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു രോഗവും ഉണ്ടായിട്ടേ ഇല്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ഹുബ്ബ് അതേ ഖൈബർ രണാങ്കണത്തിൽ സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു ഒരു ശത്രുവിന്റെ വെട്ട് സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മുട്ടുംകാലിനാണ് സംഭവിച്ചത്. ഈ ജോയിന്റിൽ കാലിങ്ങനെ ആടിയിട്ടുണ്ട്, നടക്കാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹുവിനെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് കൊണ്ടുവന്നു. ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിങ്ങനെ കാല് വേച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലെത്തിയപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കാലിങ്ങനെ കൂട്ടിയിട്ട് ഫനഫസ ഫീഹി സലാസ നഫസാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ആ മുറിഞ്ഞ കാലിൻ്റെ മുറിവിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ 3 പ്രാവശ്യം ഇങ്ങനെ ഊതി. ഫനഫസ ഫീഹി സലാസ നഫസാത്തിൻ, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജോയിന്റ് വിട്ടിരിക്കുന്ന കാലിങ്ങനെ കൂട്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങളൊന്ന് ഊതിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സെക്കൻഡിൽ തന്നെ കാല് സുഖപ്പെട്ടിട്ട് ഫമസ്തഖൈതുഹാ ഹത്ത സാഅ, മരിക്കുന്നത് വരെ പിന്നെ ആ കാലിന് എനിക്കൊരു അസുഖം ഉണ്ടായിട്ടേ ഇല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെക്കുമ്പോൾ അതിൻ്റെ മഹബത്തിന്റെ ഗുണം ദുനിയാവിലും ലഭിക്കണം, ആഖിറത്തിലും ലഭിക്കണം. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മളും അതേ റസൂലുള്ളാഹിനെ കൊണ്ടാണ് വിശ്വസിച്ചിട്ടുള്ളത്, അല്ലേ? സ്വഹാബാക്കൾ വിശ്വസിച്ച അതേ മുത്തുനബിയെ കൊണ്ടാണ് നമ്മളും വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വഹാബാക്കൾക്ക് കിട്ടിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഷിഫാ നമുക്ക് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പരിഹാരം നമുക്ക് കിട്ടണം. അതിനെന്ത് വേണം? അവര് മഹബത്ത് വെച്ചതുപോലെ മഹബത്ത് വെക്കണം. അവര് മഹബത്ത് വെച്ചതുപോലെ മഹബത്ത് വെക്കണം. മഹബത്തിന്റെ ഒരു മൂർധന്യത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ നമ്മുടെ കൊച്ചുകുട്ടി, നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയോട്, വാപ്പാക്കും ഉമ്മാക്കും കുട്ടിയോടുള്ളൊരു മഹബത്തുണ്ട്. ആ മഹബത്തിന് മുമ്പിൽ പിന്നെ എല്ലാം നോക്ക്. നിങ്ങൾ ഉമ്മയുടെ കയ്യിൽ കുട്ടി കാഷ്ടിച്ചു, മഹബത്തിന് കുറവുണ്ടോ? നമ്മൾ ചെറിയ കുട്ടിയെ എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊരു വഴിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇങ്ങനെ റെഡിയായിട്ട് നിന്നിട്ട് ചെറിയ കുട്ടിയെ നമ്മളിങ്ങനെ എടുത്ത് പൊക്കി, കുട്ടിയാണ് മൂത്രമൊഴിച്ചു ഒന്നായിട്ട്, കന്തൂറിയിലും ഡിസലും ഒക്കെ ഒന്നായിട്ട്, മഹബത്തിന് കുറവുണ്ടോ? ആ കുട്ടിയുടെ ഉമിനീര് നമ്മുടെ ശരീരത്തിലൂടെ, മഹബത്തിന് കുറവുണ്ടോ?
ഹൃദയം അറിഞ്ഞ ഒരു മഹബത്ത്. നമുക്ക് കുട്ടികളോട് വാത്സല്യത്തിലുള്ള ഒരു മഹബത്ത, ഭാര്യമാരോട് സ്നേഹത്തിലുള്ള ഒരു മഹബത്ത, അങ്ങനെ ഓരോന്നിനോടും ആ മഹബത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ടും മഹബത്ത് ഇങ്ങോട്ടും മഹബത്ത്. ആ ഒരു മഹബത്തിന്റെ പരിധിയിൽ എത്തുമ്പോൾ തീർച്ചയായും നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇതുപോലെ ശിഫ കിട്ടിയ 100 കൂട്ടം സംഭവങ്ങൾ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു മഖ്ദൂം തങ്ങള് നമുക്ക് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കി തന്നിട്ട് ആ മങ്കൂസ് മൗലിദിൽ കാണാം വമരിളൻ അൻത സായിറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി സ്വല്ലി റബ്ബൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമരിളൻ അൻത സായിറുഹു, ഒരു രോഗിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിക്കുമ്പോൾ, നബി തങ്ങൾ രോഗിയെ സന്ദർശിച്ചാൽ തീർച്ചയായും ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി, നബി തങ്ങളുടെ സന്ദർശനത്തിന്റെ ഫലമായിട്ട് ആ രോഗിക്ക് ശിഫയാകും എന്നല്ല പറഞ്ഞത്. ആ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് എന്തൊക്കെ ശാരീരിക ക്ഷീണം വന്നോ, എന്തൊക്കെ സാമ്പത്തിക ക്ഷീണം വന്നോ, എന്തൊക്കെ കുടുംബപരമായ പ്രതിസന്ധി വന്നോ, അദ്ദേഹം ആ രോഗം കൊണ്ട് അനുഭവിച്ച എന്തെല്ലാം ശാരീരിക, മാനസിക, സാമ്പത്തിക, കുടുംബപരമായ പ്രശ്നങ്ങൾ അനുഭവിച്ചോ അതെല്ലാം മാറിക്കിട്ടുമെന്ന്. ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി. മഹബത്ത് എന്ന് പറയുന്നത് അമലുകളെ കൊണ്ട് മഹബത്ത്, എല്ലാം കൊണ്ടും മഹബത്താണ്. ഹുബിന്റെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഹികമിന്റെ ശറഹിൽ കാണാൻ പറ്റും. ഇന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു സ്വനഅ തുആമൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സ്വഹാബാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സൽക്കാരം. നബി തങ്ങൾ ആ സൽക്കാരത്തിന് പോകുമ്പോൾ വ മഅഹു ജമാഅത്തും മിന സ്വഹാബ,